എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പൊറോട്ടയുടെ റെസിപ്പിയും അതുപോലെ തന്നെ അതിലേറെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എഗ് ബുർജിയാണ് കേട്ടോ. ഇപ്പോൾ ഇത് രണ്ടും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ പൊറോട്ട ഉണ്ടാക്കാൻ ഇനി മാവ് കുഴച്ച് വെക്കണ്ട, അതുപോലെ പരത്തണ്ട, വീശണ്ട, ഒന്നും ചെയ്യണ്ട. നമുക്ക് പൊറോട്ടയ്ക്ക് പൂതിയാകുമ്പോഴൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന, എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പൊറോട്ടയാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനാണ് കേട്ടോ തയ്യാറാക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിന്നറിന് വേണ്ടിയിട്ടും തയ്യാറാക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എഗ് ബുർജി, അതായത് മുട്ട ചിക്കിയത് തയ്യാറാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടാവുന്ന സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് എണ്ണ ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടിട്ട് നല്ല ഒന്ന് ചൂടായി ഇതിന് ശേഷം നമുക്ക് ഇതിലോട്ട് 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. സവാള പെട്ടെന്ന് വയന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. സവാള അപ്പോൾ പെട്ടെന്ന് തന്നെ സോഫ്റ്റായി കിട്ടും. അപ്പോൾ സവാള വയന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് പൊറോട്ടക്കുള്ള മാവൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതിന് വേണ്ടിയിട്ട് 2 കപ്പ് മൈദ എടുത്തിട്ട് ഞാൻ നല്ലപോലെ ഒന്ന് തരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു ബൗളിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കാം. പിന്നെ അതുപോലെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും, അതായത് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യം. പിന്നെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊരു ദോശമാവിനിലേറെ കുറച്ച് ലൂസായിട്ടാണ് മാവ് വേണ്ടത്. കാരണം നമുക്കിതൊരു കവറിൽ ഇട്ടിട്ട് കവറിനൊരു ഹോള് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നീർദോശയുടെ മാവിലേറെ കുറച്ച് തിക്കാവും വേണം, സാധാ ദോശമാവിനിലേറെ കുറച്ച് ലൂസാവും വേണം. ആ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കൊരു വിസ്ക് വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ കട്ടയില്ലാതെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു മിക്സി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ കട്ടയില്ലാതെ കിട്ടും. ഈ ഒരു സമയമായപ്പോഴേക്കും നമ്മുടെ സവാള നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലോട്ട് 2 തക്കാളിയും അതുപോലെ 2 പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. വേറെ മസാല പൗഡേഴ്സ് ഒന്നും ഞാൻ ഇപ്പോൾ ചേർക്കുന്നില്ല കേട്ടോ. ഇതെല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഒന്നും കൂടി അടിച്ചു വെക്കാം, തക്കാളിയൊക്കെ പെട്ടെന്ന് ഉടഞ്ഞു വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മാവ് ഇവിടെ കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് വേണ്ടത്. ഇനി നമുക്ക് ഇതുപോലുള്ളൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ് വേണ്ടത്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഇതുപോലെ ഒരു കപ്പിലോട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് കെട്ടി കൊടുക്കണം. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി മാവ് കൊള്ളും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ഇതാക്കിയതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ചും കൂടി മാവ് ഇതിലോട്ട് ഒഴിക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ആക്കിയതിന് ശേഷം ഇവിടെ റബ്ബർ ബാൻഡ് എന്തെങ്കിലും ഇട്ടുകൊണ്ട് ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇല്ലെങ്കിൽ ഒരു കയറ് വെച്ചിട്ട് കെട്ടിക്കൊടുത്താലും മതി. റബ്ബർ ബാൻഡ് ആകുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ്. ഇതുപോലെ അങ്ങോട്ട് ആ റബ്ബർ ബാൻഡ് അടിയിലോട്ടാക്കിയിട്ട് ഇങ്ങനെ ടൈറ്റാക്കി കൊടുക്കുക. ഇതുപോലെ ആക്കുക. ഇനി ഇതിൻ്റെ ഈ താഴ്ഭാഗത്ത് നമുക്ക് ഒരു ഹോൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പോഴേക്കും ഇവിടെ തക്കാളി നല്ല പോലെ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 2 മുട്ട പൊട്ടിച്ചു വയ്ക്കണം. ഞാൻ മുട്ട ഡയറക്റ്റ് ഈ ഒരു പാനിലോട്ട് തന്നെയാണ് പൊട്ടിച്ചു വയ്ക്കുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് വേറെ ബൗളിലോട്ട് പൊട്ടിച്ചു വെച്ചിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഇട്ട് കൊടുത്താലും മതി. പക്ഷെ ഇങ്ങനെ തന്നെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു മുട്ട പൊട്ടിച്ചു വയ്ക്കുന്ന സമയത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുക്കണം. ഇതുവരേക്കും ലോ ഫ്ലെയിമിലായിരുന്നു. അപ്പോൾ മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷമാണ് ഞാൻ മുട്ട പൊട്ടിച്ചു വെച്ചത്. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി മിക്സ് ചെയ്യാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് ഈ കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. വേറെ മസാല പൗഡേഴ്സ് ഒന്നും ചേർക്കുന്നില്ല, മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ദോശപ്പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഈ ഒരു പ്ലാസ്റ്റിക് കവറിൽ അടിയിൽ ഒരു ചെറിയ ഹോൾസ് ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് ഒഴിച്ചാൽ മതി. നമ്മുടെ പൊറോട്ട റെഡിയായി. ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം കേട്ടോ ഫ്ലെയിം. എന്നിട്ട് കുറച്ച് ടൈം എടുത്ത് തന്നെ വേവിക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഏകദേശം പൊറോട്ടയുടെ ഒരു ക്രിസ്പിയൊക്കെ കിട്ടും. അപ്പോൾ ആ ഒരു ചുട്ടെടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കട്ടോ. അപ്പോൾ അതുപോലെ ചെയ്യുകയാണെങ്കിൽ പിന്നെ അത് ചൂടോട് കൂടി തന്നെ കഴിക്കുകയും വേണം. അപ്പോൾ ഏകദേശം ഒരു പൊറോട്ടയുടെയൊക്കെ ടേസ്റ്റ് കിട്ടും. പിന്നെ കുട്ടികളൊക്കെ പൊറോട്ടയ്ക്ക് വാശി പിടിച്ച് കരയുന്ന സമയത്തൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഇപ്പോൾ അതറിയില്ലല്ലോ പൊറോട്ട അല്ല എന്നുള്ളത്. അപ്പോൾ അവരൊക്കെ പറ്റിക്കാനും പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിങ്ങനെ ചുട്ടുകൊടുത്തതിന് ശേഷം ഈ കപ്പിലോട്ട് തന്നെ ഈ ഒരു കവർ വെച്ച് കൊടുക്കാം.
അപ്പോൾ ഇതുപോലെ ക്രിസ്പി ആയിട്ട് ചുട്ടെടുക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പൊറോട്ടയുടെ അതേപോലെ ആ ക്രിസ്പി ഇതൊക്കെ കിട്ടും. പിന്നെ ഈ ഒരു റെസിപ്പിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു മുട്ട ബുർജിയും അതുപോലെ തന്നെ ഈ ഒരു പൊറോട്ടയും നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമുക്ക് ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. ഈ ഒരു മുട്ട ചിക്കിയതുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തേക്കാനും പറ്റും. അപ്പോൾ ഇതുപോലുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഫ്രീ ആവാൻ പറ്റും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമുള്ളൊരു ഫുഡും ആയിരിക്കും, എല്ലാവരും നല്ല ആസ്വദിച്ച് കഴിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കും കേട്ടോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും വേണം കേട്ടോ. പിന്നെ അതുപോലെ എല്ലാ പൊറോട്ടകളും ഞാൻ ഇപ്പോൾ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഈ നെയ്യ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, എന്നാലും ആ ഒരു പൊറോട്ടയുടെ അതേ ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടുള്ളൂ. പിന്നെ കുറച്ച് ക്രിസ്പി ആക്കും വേണം, അപ്പോഴാണ് ടേസ്റ്റ് കിട്ടുക. ഇതുപോലെ ചുട്ടെടുക്കണം, എന്നുവെച്ചാൽ കരിക്കാനും പാടില്ല. അതാണ് മീഡിയം ഫ്ലെയിമിൽ വെക്കാനും പറഞ്ഞത് കണ്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ എന്നും പറയാൻ പറ്റില്ല, പൊറോട്ട എന്നും പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു സംഭവമാണ്. കണ്ടാൽ പൊറോട്ടയെ പോലെ ഇരിക്കും, കഴിക്കുമ്പോൾ ഏകദേശം ഒരു 3/4 ഭാഗം ഒരു ദോശയുടെ ടേസ്റ്റാണ്, പക്ഷേ പൊറോട്ടയുടെ ടേസ്റ്റും ഉണ്ട്. അങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇത് കണ്ടപ്പോൾ പൊറോട്ട അല്ല എന്ന് ആരെങ്കിലും പറയുമോ? അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊറോട്ട ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പൊറോട്ട ദോശ എന്ന് പറയാമല്ലേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.